സോ ഇത് നമ്മുടെ ലാസ്റ്റ് സെഷനാണ്. സോ കഴിഞ്ഞ സെഷൻസൊക്കെ മനസ്സിലായ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക സെഷൻസ് ആയിരുന്നു എല്ലാം. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റിയാണ്. സോ ഓൺലൈൻ എഡ്യൂക്കേഷൻ എല്ലാവർക്കും പോപ്പുലറാണ്, അറിയാം. സോ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് UG PG പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ എന്തുകൊണ്ടാണ് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്നാണ് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നുന്നത്. നമ്മുടെ വേൾഡ് എല്ലാം ടെക്നോളജിയുടെ അല്ലെ ഏതൊരു ഇൻഡസ്ട്രിയാണ്. ടെക്നോളജി ഇല്ലാതെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഇല്ല, ടെക്നോളജി ഇല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ല, ടെക്നോളജി ഇല്ലാത്ത ഒരു പേഴ്സൺ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സോ ടെക്നോളജിയിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോയി എന്നാണ് അർത്ഥം. സോ ഈവൻ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ്, എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കും. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോയി അവർ സംസാരിക്കും. ഞാൻ ഓഫീസിലായിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷെ വാട്സപ്പ് ഉപയോഗിക്കും. അവർ വീഡിയോ കോൾ ചെയ്യുന്നു, അവർ ഓഡിയോ എല്ലാം. ഞാൻ എൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ട് അപ്പൊ ഞാൻ എന്താ ടൈപ്പ് ചെയ്യാന്ന് അറിയുന്നു. ഇപ്പൊ എന്താ ലെറ്റേഴ്സ് അറിയാത്തവരും എഴുതാൻ അറിയാൻ പാടില്ലാത്തവരും പോലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം അല്ലേ. സോ ഇനി ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ എന്താണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഒരു മൊബൈലിന്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എവിടെ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു കോളേജിൽ നമ്മൾ പോവുകയാണ് അല്ലെ, റെഗുലർ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടാവും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും പോകാനായിട്ട് സാധിക്കും. ഇനി ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ഏജ് ലിമിറ്റ് ഇല്ല. ഇവിടെ ആയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ജോലിക്കാരാകട്ടെ, അല്ലെങ്കിൽ ഹയർ പ്രൊഫഷണൽ ആകട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സുകാരാകട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡിഗ്രി ചെയ്യും, ഇനി മാസ്റ്റേഴ്സും ചെയ്യും. സോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പോലും, അങ്ങനെ ഏതൊരു കാറ്റഗറിയിലാണെങ്കിൽ പോലും അവർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇത് ചെയ്യുന്നവരുടെ കൂടെ എന്തൊക്കെയാണ് മറ്റു ബെനിഫിറ്റ്സ്? അവർക്ക് പ്രൊമോഷന് അവർക്ക് സാധ്യമാണ്, അവർക്ക് അവരുടെ കരിയർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മാസ്റ്റേഴ്സിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ. സോ ഓരോ ഓക്കെ, ഇപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഓരോ കുട്ടികൾക്കും ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്ന്, ഡു ഐ റിയലി നോ മൈ സ്ട്രെങ്ത്? ആദ്യത്തെ സെഷനിൽ പറഞ്ഞു ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. എന്റെ സ്ട്രെങ്ത് എന്താണെന്ന്, എന്റെ അഭിരുചി എന്താണെന്ന് എനിക്ക് അറിയാം. അപ്പൊ ചിലര് എന്താ പറയാ, ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചില പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത് നമുക്ക് ഈ ഏത് ഇഷ്ടമാണ്, അഡ്മിഷനാണ്, എനിക്ക് അത് ഇഷ്ടമാണ്, ഇഷ്ടമായിരിക്കും. അപ്പൊ അപ്പത്തെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടം. സോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ നമുക്ക് വരാറില്ല. സോ ബട്ട് ഹിയർ നമുക്ക് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു കാര്യം I'm choosing a career because of passion or pressure. സോ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രഷർ, അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഭാഗത്തുള്ള സമ്മർദ്ദം, ഇത് മുഖാന്തരം ആണോ ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സ് പറഞ്ഞു ഇപ്പോൾ ട്രെയിനിൽ നിൽക്കുന്ന കോഴ്സ് അതാണ്, അപ്പൊ അതിന് പോയാലും കൊള്ളാം. സോ ഈ ഒരു പ്രഷറിലാണോ ഞാൻ എൻ്റെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കും.
Will today's course still have that? ഇന്ന് ഞാൻ കോഴ്സ് തിരഞ്ഞെടുക്കും, അത് 10 വർഷത്തിന് ശേഷം എന്തായിരിക്കും, എവിടെയായിരിക്കും അതിന്റെ സ്ഥാനം നമ്മൾ ചിന്തിക്കണം. The future belongs to children who adapt and keep learning. എന്ത് കോഴ്സ് എടുത്താലും, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏത് കോഴ്സ് എടുത്താലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഇനിയുള്ള കാലത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പറയപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്താൽ, ഏതൊരു ജോലി ചെയ്താൽ നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലേ? സോ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്യാനായിട്ട്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട്, ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനാണ്. സോ അവിടെ ഉള്ള അവിടുത്തെ ഹൗസ് ഓണറിന് വാളിൽ പെയിന്റിങ് വേണം. വാൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഒരുപാട് ചുവർ ചിത്രങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ആ ചുവരിലുള്ള ചിത്രങ്ങളൊക്കെ വളരെ കുറവ്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് മോഹൻലാലിന്റെ പടം, മമ്മൂട്ടിയുടെ പടം. അപ്പോൾ അറിയില്ല, അങ്ങനെയൊക്കെ തന്നെ. സോ നമുക്ക് ഭയങ്കര ഒരു കൗതുകം. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും കാണാനേ ഇല്ല, അല്ലേ? ഇന്ന് നമ്മള് എറണാകുളത്തൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എന്താ പാതയിൽ പോകുന്നത് ചായ കൈ ഇങ്ങനെ ചായ, അവിടെ അച്ചായന് പറിച്ചു പോലും വെച്ചേക്കും. പിന്നെ നമ്മളെ എന്താ എറണാകുളത്ത് പോകുമ്പോ കളമശ്ശേരിയില് നമ്മുടെ മോഹൻലാൽ ലക്ഷ്യം, അല്ലേ? ഇങ്ങനെ ഓരോ പിക്ചേഴ്സ് അവിടെ ആരും തൂണിലൊന്നും ആരും വരച്ചു വെച്ചാൽ. ബട്ട് ഈ പെയിന്റ്, പക്ഷെ അവർക്ക് വേണ്ടത് പെയിന്റേഴ്സ് ആണ്. സോ അവിടെ വന്നിട്ട് എന്താണ്, ജസ്റ്റ് ഒരു പെയിന്റിംഗ് അല്ല, അവിടെ ആ ഒരു പെയിന്റർ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ പ്രൊഫഷണൽ ഇൻ ഡെപ്തിൽ കയറി നിൽക്കുകയാണ്. സോ ഇഫ് യു ആർ എ പെയിന്റർ, നമ്മളൊരു പെയിന്റർ ആണെങ്കിൽ ഗോ ഇൻ ഡീറ്റെയിൽ, ഒത്തിരി ഡീറ്റെയിലേക്ക് പോവുക, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ്, അതിലെന്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ അവിടുത്തെ ആ ഹൗസ് ഓണർ പറയുന്നത് ഞങ്ങളുടെ ടൈൽസിന്റെ കളർ ഇതാണ്, ഞങ്ങളുടെ അവിടെ വാഷ് ബേസ് ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു വെള്ളം, ഒരു ചെറിയൊരു ഒരു എന്താ പറയുക സ്ട്രീം വേണം. ആ സ്ട്രീമിന്റെ അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് താമര, അപ്പൊ താമരയുടെ ഇല വേണം, താമര വേണം. അതിന്റെ ഇല ഞങ്ങളുടെ വാഷ് ബേസിനോട് ഒക്കണം, എല്ലാ ഇലയില്ല, ചില ഇലകൾ. അപ്പൊ ഒന്ന് കളർ മുറിച്ചിട്ട് ഇത് പറയുമ്പോ എന്താ പറയുക, ഈ ആൾക്കത് മനസ്സിലാവും. സോ ഇറ്റ്സ് ഡീറ്റെയിൽ, കസ്റ്റമറിന്റെ മനസ്സിലുള്ളത് എന്താണ് അത് കൊടുക്കാൻ പറ്റും. സോ അതാണ് ഒരു പെയിന്ററിന്റെ ഒരു അല്ലെ. സോ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമായിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്, നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും ഞാൻ ജോലിക്ക് കയറി, അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷനിൽ കയറി, ഇനിയിപ്പോ രക്ഷപ്പെട്ടു. അങ്ങനെ ഏത് കോഴ്സും നമുക്ക് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുത്താൽ ഗോയിങ് ഡീറ്റെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇനി എഡ്യൂക്കേഷൻ ഒരുപാട് മാറി, അല്ലേ? പുതിയ ലോകമാണ്, പുതിയ സ്കില്ലുകൾ ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഉള്ള ഒരു സ്കില്ല് നാളെ ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതായിരിക്കില്ല, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമാണ്. സോ പുതിയ സ്കില്ലുകൾ, പുതിയ ഓപ്പർച്യൂണിറ്റി, ഇന്ന് കേട്ടിട്ടില്ലാത്ത ഓപ്പർച്യൂണിറ്റി. ഞങ്ങള് പഠിക്കുന്ന സമയത്ത് MBA പഠിക്കുന്ന സമയത്ത്, ഞാൻ MBA ചെയ്തതാണ്, ആകെപ്പാടെ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്. ഒന്നല്ലെങ്കിൽ മാർക്കറ്റിംഗ് HR, അല്ലെങ്കിൽ HR ഫിനാൻസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് HR, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫിനാൻസ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചിട്ടിരുന്ന സ്പെഷ്യലൈസേഷൻസ് ആണ്. പക്ഷെ ഇന്ന് നോക്കിയേ, AI, ഡേറ്റ സയൻസ്, AI, ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ്, ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വന്നു. സോ അന്നുള്ള സ്കിൽസ് അല്ല ഇന്നുള്ളത്, അല്ലേ? സൈബർ സെക്യൂരിറ്റി. അന്നൊന്നും ഞങ്ങളുടെ സമയത്തൊന്നും സൈബർ സെക്യൂരിറ്റി വിഷയം പോലും അല്ല. ഞങ്ങൾക്ക് ആ പാടെ BA അനിമേഷൻ ഉണ്ടായിരുന്നു, BA VFX ഉണ്ടായിരുന്നു, പിന്നെ എന്താ BA ഗ്രാഫിക്സ് ഡിസൈൻ. പക്ഷെ ഇന്നൊക്കെ എന്താ പറയാ, പിന്നെ BCA ഗ്രാഫിക് ഡിസൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പണ്ടൊക്കെ ഒരു ഡിഗ്രി മതിയായിരുന്നു, 1 ഡിഗ്രി 1 ജോബ് 1 കരിയർ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് മൾട്ടിപ്പിൾ സ്കിൽസ്, നമുക്ക് ഉള്ള സ്കില്ലുകൾ എന്താണ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒരാൾക്ക് ഒരു സ്കിൽ അല്ല ഉള്ളൂ, ഒരാൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്, 3 or 4 സ്കിൽ സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 5 or 6 സ്കിൽ സെറ്റ് ഉണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് റാങ്കിൽ വരുന്നത്,
ഏത് സ്കില്ലാണ് ഫസ്റ്റ് കൂടുതൽ റാങ്കിൽ വരുന്നത്, ഏത് സ്കില്ലാണ് അടുത്ത സെക്കൻഡ് റാങ്കിൽ വരുന്നത്, ഏത് സ്കില്ലാണ് തേർഡ് ഫോർത്ത് റാങ്കിൽ വരുന്നത്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ട് സാധിക്കും. സോ അത് മൾട്ടിപ്പിൾ കരിയറിലേക്ക് പോകാൻ പറ്റും. സോ ഒരാള് ഒരു കരിയർ മാത്രമല്ല പല കരിയർ ചെയ്യാനായിട്ട്. സോ അതിനെന്ത് വേണം, ഇതൊക്കെ റൺ ചെയ്ത് പോകാനായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇപ്പോ നിങ്ങളൊരു കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് ചെയ്തിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും. സോ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ടൈം, ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ടൈം, വൈകിട്ട് ഒരു 3/4 മണിക്കൂർ ടൈം, അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം. സോ ഈ ടൈംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്തൊരു സ്കിൽ സെറ്റ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കരിയർ അത്ര സേഫ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ടെക്നോളജി, AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ സയൻസ്, ഹെൽത്ത് കെയർ, ഇങ്ങനെ എല്ലാ ഡേറ്റകളും ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. So students must prepare for careers may not even exist today. So ഇന്നും നിലവിൽ പോലും ഇല്ലാത്ത കരിയർ ഉണ്ടാവും നാളെ. സോ അതിലേക്ക് നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് ആയിക്കൊണ്ട് വേണം ഇന്ന് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, സോ വാട്ട് ഈസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്ന്, ലേൺ ഫ്രം എനിവെയർ. ഇതിനകത്ത് നാളെ ഞാൻ ടൂർ പോകണം, അല്ലെങ്കിൽ നാളെ ഒരു 10 ദിവസത്തേക്ക് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. നോ പ്രോബ്ലം. അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ ദുബായിക്ക് പോകണമായിരുന്നു. നോ പ്രോബ്ലം, ഞങ്ങൾക്ക് അവിടെ വെച്ച്. സോ ഇവിടെ ഒരു തടസ്സമല്ല. പിന്നെ ഇനിയിപ്പോൾ 7 ദിവസം വൈറൽ ഫീവറാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡിസീസസ് വരുന്നുണ്ട്. ഒരു 7 ദിവസം വൈറൽ ഫീവർ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത്, നോ പ്രോബ്ലം, ഫീവർ നോ പ്രോബ്ലം, ഹെൽത്ത് പ്രോബ്ലം നോ പ്രോബ്ലം, ഇവിടെ ടൈമിൽ നമുക്ക് പഠിക്കാം. ലേൺ ഫ്രം എക്സ്പേർട്ട് ഫാക്കൽറ്റി. ഇതിനകത്ത് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്സ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ്, അമൃത യൂണിവേഴ്സിറ്റി ആകട്ടെ, അമിറ്റി, ഒരുപാട് ഞങ്ങൾ പറയാൻ യൂണിവേഴ്സിറ്റീസ്, അമിറ്റി യൂണിവേഴ്സിറ്റി ആകട്ടെ, മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആകട്ടെ, ഇതുപോലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ പറയുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ആയിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ആയിട്ട് ടൈപ്പാണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ കോർപ്പറേറ്റ് കമ്പനീസിന്റെ എക്സ്പേർട്സ് നമുക്ക് ക്ലാസ്സിൽ എടുക്കാനുണ്ടാവും. ആ സമയത്ത് അവർ ഗൈഡൻസ് തരും. സോ ഇങ്ങനെയുള്ള അവരുടെ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു പ്രാക്ടിക്കൽ ലേണിംഗ് കൂടി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഡിസ്കഷൻസ്. ഇപ്പൊ നമ്മളൊരു അവിടെ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാകും. സോ ചില കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും. ഡിസ്റ്റൻസ് ലേണിംഗ് ഇതും സെയിം ആണ്? അല്ല, ഡിസ്റ്റൻസ് ലേണിംഗ് ഇതും സെയിം അല്ല. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് നോട്ട്സ് കിട്ടുന്നത് PDF ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി അവർക്ക് അവരുടെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവർ തന്നെ അത് ടൈം കണ്ടെത്തി കുത്തിയിരുന്ന് പഠിച്ച് എന്ത് ചെയ്യണം. സോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോബിന് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് മാത്രമായിരിക്കും. ഇനി ഇൻഡെപ്ത് ആയിട്ട് അവർക്ക് സ്കില്ല് കിട്ടത്തില്ല, അവർക്ക് ഇൻഡെപ്ത് നോളജ് കിട്ടത്തില്ല. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവാണ്. പ്രാക്ടിക്കൽ ലേണിംഗ് വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. സോ നമ്മുടെ ബാച്ചിലുള്ളവരായിട്ട് നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. നമുക്ക് നമ്മുടെ മെന്ററായിട്ട് ഓരോ കുട്ടികൾക്ക് ഓരോ മെന്ററിനെ കിട്ടുന്നു. ആ മെന്റേഴ്സിനോട് നമുക്ക് ഇന്ററാക്ഷൻ ചെയ്യാം, നമ്മുടെ ഡൗട്ട് ചോദിക്കാം. ആ മെന്റർ നമ്മുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യും, നമ്മുടെ എൻകറേജ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിസ്കഷൻ ഒക്കെ സാധ്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്ലാസ് എവിടെ നടക്കുന്നത്? ഓൺലൈൻ എഡ്യൂക്കേഷൻ ക്ലാസ് എവിടെ നടക്കുന്നത്? സൂമിലാണ്? അല്ല. ഗൂഗിൾ മീറ്റിലാണ്? അല്ല. നമുക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസിലും അവർക്ക് LMS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലൂടെ അവരുടെ ലേണിംഗ് സ്റ്റുഡൻസിന് ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ PDF ഫയൽസ് ഉണ്ടാവും, പ്രസന്റേഷൻ ഫയൽസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ലെക്ചേഴ്സിന്റെ വീഡിയോസ് ഉണ്ടാവും, റെക്കോർഡ് വേർഷൻസ് ഉണ്ടാവും, ലൈവ് വേർഷൻസ്, ഇതെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത് മുഴുവൻ എന്ത് ചെയ്യും, എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ അവിടെ വരും. ഇതെല്ലാം അവിടെയാണ്, LMS പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. സോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന് ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ്. ആദ്യം പറഞ്ഞതുപോലെ ഏത് സമയത്തും പഠിക്കാൻ
പിന്നെ നമുക്ക് ഇപ്പൊ ചില കുട്ടികളുണ്ടാവും, നിങ്ങളുടെ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഒരുപാട് കുട്ടികളുണ്ടാവും, നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, കൂടെ പഠിച്ചവരുണ്ടാവും. സോ ചില ഫ്രണ്ട്സ് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഇപ്പൊ പഠിക്കുന്നത് 2 വർഷം 1 വർഷം കഴിയട്ടെ. അതായത് അവരുടെ ഉള്ളിൽ ഒന്നിച്ചിരി പാർട്ട് ടൈം വർക്ക് ചെയ്യട്ടെ. പൈസ പ്രശ്നമാണ് അവരുടെ ഫാമിലി ചിലപ്പോൾ പൈസയുടെ പ്രശ്നം ഉണ്ടാവും. എത്രയോ കുട്ടികളുടെ പൈസയുടെ പ്രശ്നമായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാതെ. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ പഠിക്കുന്നതിനൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് അവർക്ക് എക്സ്പീരിയൻസും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറയുന്ന ഫീസിന്റെ കോസ്റ്റ് കുറവായിരിക്കും. ഇപ്പൊ റെഗുലർ ആയിട്ട് പഠിക്കുന്നതിനേക്കാളും 1/3 ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്താ പറയാ പോലെയല്ല, അതിനേക്കാളും വളരെ ക്വാളിറ്റി ആയി ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റെഗുലർ എഡ്യൂക്കേഷൻ പോലെ തന്നെ വാല്യൂ ഉള്ള ഒരു എഡ്യൂക്കേഷൻ മോഡ് തന്നെയാണ്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പോലെയല്ല. ഇനി കരിയർ അഡ്വാൻസ്മെന്റ്, ആദ്യം പറഞ്ഞ പോലെ എക്സ്പേർട്സിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ലേണിംഗ് സാധ്യമാണ്. സോ ഒരു പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന് അവര് തിയറി മാത്രമല്ല, അവർക്ക് സ്കില്ലും ഉണ്ടാവുക. കാരണം അവർക്ക് സ്കിൽ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം, അവർക്ക് അതിനകത്ത് പ്രവേശിക്കാം. ഓക്കെ, അവർക്ക് സ്കിൽ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാംസ് നേടിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് അടുത്ത പ്രൊമോഷനിലേക്ക് അവർക്ക് പോകുക, അല്ലെങ്കിൽ പുതിയ സൈഡായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. സോ ഓൺലൈൻ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ്. സോ നമ്മൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളവിടെ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നു, അതേ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. സോ ഈ പറയുന്ന